നമസ്കാരം. എല്ലാവരും യുദ്ധത്തെ സംബന്ധിക്കുന്ന പുതിയ വിവരങ്ങൾക്കായുള്ള കാത്തിരിപ്പിലായിരിക്കും. ഇതിനിടയിൽ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച, ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്ററിൽ കേരള സ്റ്റോറി 2-ന്റെ പ്രദർശനം അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നം ഈ ഡിവൈഎഫ്ഐക്കാര് അവിടെ നടത്തി. ആ തിയേറ്ററിനകത്ത് വയോധികരായിട്ടുള്ള ദമ്പതികൾ, ഒരു സ്ത്രീയും പുരുഷനും ഇരിക്കുകയാണ്. അവരുടെ ചുറ്റും നിന്ന് ആ സ്ത്രീ അവസാനം കൈ രണ്ടും തലയിൽ വെക്കുകയാണ്, തലവേദന സഹിക്കാൻ വയ്യാന്നിട്ട്. അത്ര സ്വസ്ഥതകേട് കൊടുക്കുകയാണ്. കേരള സ്റ്റോറിയോ ഏത് സിനിമയോ അത് കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണരുത്, കാണാൻ ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ചത് കാണിക്കരുത്. അതുപോലെ തന്നെ കാണാൻ ഇഷ്ടമുള്ളവരെ തടയുകയും ചെയ്യരുത്. നിങ്ങളുടെ ആരുടെയും വകയായിട്ടുള്ള തിയേറ്ററിലല്ല അവർ വന്നിരുന്നത് നിങ്ങളുടെ കനിവിന് വേണ്ടി. നിങ്ങളുടെ ആരുടെയും ഔദാര്യത്തിൽ ഫ്രീ ആയിട്ട് കാണാൻ ചെന്നവരുമല്ല. ഒരു സിനിമ അത് തിയേറ്ററിൽ വരുമ്പോൾ ടിക്കറ്റ് എടുത്ത് കാണണോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളിലൊന്നല്ലേ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തലല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ഫാസിസം അല്ലേ കാണിക്കുന്നത്? പട്ടിയിറച്ചിയോ പന്നിയിറച്ചിയോ പോത്തിറച്ചിയോ കോഴിയിറച്ചിയോ കാക്കയിറച്ചിയോ മുരിങ്ങയ്ക്കായോ മീനോ ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമുള്ളവർ കഴിക്കും, ഇഷ്ടമില്ലാത്തവർ കഴിക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെയാണ് ഇഷ്ടമുള്ളത് കാണാനും ഇഷ്ടമുള്ളത് കേൾക്കാനും ഒക്കെയുള്ള അവകാശം ആളുകൾക്കുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ കയറി തടയുന്നതും? അതും ഇവരെ അത്രത്തോളം വലിയ രീതിയിലുള്ള മാനസിക പീഡനം തന്നെ കൊടുത്തു എന്ന് പറയാം. നമുക്കൊന്ന് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥത. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകില്ലായിരുന്നു. ആ സ്ത്രീക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ, അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ കേറിയങ്ങ് കുരച്ച് ചാടുകയാണ്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് ഞാനൊന്ന് കടമെടുക്കുകയാണ്. ഈ തെരുവ് നായകൾ കുരച്ച് ചാടുമല്ലോ എന്ന് പറഞ്ഞ പോലെ കണ 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 അയ്യോ തലവേദന എടുക്കുകയാണ് സംസാരം കേട്ടിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം MA ബേബി പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. യുദ്ധം നിർത്തണം, യുദ്ധം നിർത്തിയില്ലെങ്കിൽ നെതന്യാഹുവിനെയും ട്രംപിനെയും ചൂരൽ വെട്ടി അടിക്കും, നിർത്തിയേ പറ്റൂ എന്നൊക്കെ പറയുന്നു. അപ്പൊ സമാധാനം ആഗ്രഹിക്കുന്നവരാ, നീതി ആഗ്രഹിക്കുന്നവരാ അല്ലേ? പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ മാത്രമേ ഈ സമാധാനപ്രിയമുള്ളൂ. സ്വന്തം നാട്ടിൽ ഓരോ നാട്ടുകാർക്കും ഏതൊക്കെ തരത്തിൽ സമാധാനക്കേട് കൊടുക്കാവോ, മാനസിക പീഡനം, ശാരീരിക പീഡനം കൊടുക്കാവോ, അതൊക്കെ കൊടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തിരുവനന്തപുരത്ത് പോലീസ് ജീപ്പിന് പുറകെ കൊണ്ട് സിനിമ സ്റ്റൈലിൽ കാറിട്ടിട്ട് ഇറങ്ങി വന്ന് മായും തായും പൂവെല്ലാം വിളിക്കുകയാണ് പോലീസുകാരെ. അപ്പൊ ഗുണ്ടായിസമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഭരണമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കാൻ തുടങ്ങുകയാണ്. ഇതിനെയൊക്കെയാണ് എതിർക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത പൈസ, ടിക്കറ്റിന്റെ പൈസ ഞങ്ങൾ തന്നേക്കാം, ഇത് കാണാൻ സമ്മതിക്കത്തില്ല, കാണിക്കാൻ സമ്മതിക്കത്തില്ല. ഇവരാരാ? ഇവിടെ രാജഭരണമൊന്നുമല്ല. രാജാവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ പ്രജകൾ ചെയ്യരുത്. രാജഭരണ കാലത്ത് പോലും ഇത്രയും യാതനകൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഇത് വടക്കേ ഇന്ത്യയിൽ ഫാസിസമാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ അതേ ഫാസിസത്തിന്റെ വേറൊരു രൂപമല്ലേ? അതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്? സിനിമ കാണാൻ ഇഷ്ടമുള്ളവരെ അവിടെ കയറി ഇരുന്ന് കാണാൻ അനുവദിക്കുന്നില്ല. ബോധമില്ല, വിവരമില്ല, വിധേയത്വം ഇല്ല, സംസ്കാരമില്ല, പെരുമാറാൻ അറിയില്ല, നാണവും മാനവും തൊട്ട് തീണ്ടിയിട്ടില്ല. 24 മണിക്കൂറും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. RSS ആണ് തീരുമാനിക്കേണ്ടത്, BJP ആണോ തീരുമാനിക്കേണ്ടത് ആളുകൾ എന്ത് കഴിക്കണമെന്ന്? നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് ആളുകൾ എന്താ കാണേണ്ടതെന്ന്? ആവിഷ്കാര സ്വാതന്ത്ര്യം, ഏത് സിനിമ വേണമെങ്കിലും നമുക്ക് കാണാം. ഇവിടെ ഒന്നിനും ഒരു വിലക്ക് ഏർപ്പെടുത്തില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നീട്ടിപ്പിടിച്ച് സംസാരിക്കും. പക്ഷെ ആര് കാണണം, എപ്പോൾ കാണണം, എന്ത് കാണണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ സിനിമയൊക്കെ ഇറക്കിക്കോ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കും, കാണാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. 4 പേര് പാട്ടെഴുതിയതിൻ്റെ പേരിൽ അത് എഴുതിയവൻ ജയിലിൽ കയറേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും ഇതിന് കാണാൻ ആളുകളൊന്നും ഇല്ലായിരുന്നു. കേരള സ്റ്റോറി 2 കാണാൻ ആര് പോയി? 3-4 പേര് വല്ലതും പോയി കാണും. പക്ഷെ ഇതിൻ്റെ പേരിൽ ഇനി ആളുകൾ പോയി കാണും. നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക്? ഇവിടെ പോത്തിറച്ചി തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ തിന്നുന്നുണ്ട്. പൊറോട്ടയും ബീഫും ഒന്നും ഇവിടെ കേരളത്തിലൊന്നും നിരോധിച്ചിട്ടില്ല. ആളുകൾ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിൻ്റെ പേരിലേക്ക് കിടന്ന് തുള്ളുന്നത്? ചുമ്മാ മുതലെടുപ്പിന് വേണ്ടിയിട്ട് തൊടുന്നത് എല്ലാം നാശത്തിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അടക്കവും ഒതുക്കവും ഇല്ല. എല്ലാം തീരാറായി, തകർന്ന് തരിപ്പണമായി കിടന്നിട്ടും ഒതുക്കമില്ല. മുദ്രാവാക്യത്തിന് കുറവുമില്ല. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ജനാധിപത്യ മര്യാദ എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ല, അവർക്ക് അറിയത്തില്ല. ശരി, കേരള സ്റ്റോറി മനഃപൂർവ്വം ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി ഇറക്കിയതാണെന്ന് തന്നെ വെച്ചോ.
ആ സാധനം എന്താണെന്ന് കാണാത്തവരല്ലേ അത് കാണാൻ പോയിരിക്കുന്നത്. ഒരു 3-4 പേര് അവർക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് അല്ലെ ഇത് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം എന്നും പറഞ്ഞൊന്ന് ചെന്നിരുന്ന് അത് കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിക്കാനാ? അത് കാണണ്ടെന്ന് പറയാൻ നിങ്ങളാരാ? ചുരുളി സിനിമ കേരളത്തിൽ ഇറങ്ങിയായിരുന്നോ? തിയേറ്ററിൽ ഓടിയായിരുന്നോ? പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച ഒരു കഥയാണെന്ന്. അപ്പം പിന്നെ ഈ ചുരുളി സിനിമയിൽ നാക്കെടുത്ത പെണ്ണും ആണും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് സ്ത്രീകളുടെ ലൈംഗികാവയവത്തിന്റെ പേരുകളും മറ്റ് കൂടിയ തെറികളും ഒക്കെയാണ്. ഇങ്ങനെയാണോ കേരളത്തിൽ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണോ? അത് നമുക്കറിയത്തില്ല. സാധാരണ മലയാളികളൊന്നും അങ്ങനെയല്ല. നാക്കെടുത്ത ഉടനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അസഭ്യം പറയുന്നവരൊന്നും അല്ല മലയാളികൾ. അത് ഒരു ബന്ധവുമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ സംസ്കാരത്തെ മുറിവേൽപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് DYFIക്കാർ സമരത്തിന് പോയായിരുന്നോ? ഇത് തന്നെ രാജാവും കുറച്ച് നാൾ മുമ്പ് കാണിച്ചത്. കറുപ്പ് ഇടാൻ പറ്റത്തില്ല, കറുപ്പ് ധരിക്കുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ വേറൊരു പതിപ്പ്. അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ വന്ന് നിയമമൊന്നും ഇല്ലേ? ഇവിടെ ഇവരെയൊക്കെ പിടിച്ച് അകത്തിടുന്നുണ്ടോ? അല്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. കാരണം എന്നും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമത്തെയും പോലീസിനെയും ഒന്നും ഒരു ബഹുമാനവും ഇല്ല. പേടി വേണ്ട, കുറച്ചൊരു മര്യാദ അതിന് കൊടുക്കാമല്ലോ. എന്തു ഭൂമി കുലുക്കം ഉണ്ടായാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി. ജനങ്ങൾ ഇവിടെ തെരുവിൽ കിടന്ന് ഇവന്മാരുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അടികൊണ്ടാലും ചത്താലും വോട്ടർമാർ കിടന്ന് ഇഴഞ്ഞാലും ഒരു കുലുക്കവും ഇല്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പ്. ഇങ്ങനൊരു തെമ്മാടിത്തരം കാണിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു പാർട്ടിപ്പെട്ടവന്മാരുടെ ആളുകളാണെങ്കിൽ ഇതിനോടകം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി ഈ രായാവിരുന്ന് മെഴുകത്തില്ലായിരുന്നോ? അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? ഇവിടെ എന്ത് നടക്കുമോ? എല്ലാവർക്കും ഇങ്ങനെ തുടങ്ങാവോ? നിയമം കയ്യിലെടുക്കാവോ? അല്ലെ മറ്റുള്ളവരുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും ഇടപെടാവോ? ഈ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പറയുന്ന ഈ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വ്യത്യാസമുള്ളത്? അതൊന്ന് പറഞ്ഞു തരാമോ? പിന്നെടാ വിവരദോഷികളെ, ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചാലല്ലേ നിനക്കൊക്കെ മറ്റേ പൊക്കി പിടിച്ചോണ്ട് അവിടെ ചെന്ന് നിന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെ ആളുകളെ ഇറക്കി വിടാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. ഇത് OTTക്ക് കൊടുത്താലോ ആ സിനിമ? എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് കയറുമോ? എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് കയറിയാൽ നിങ്ങൾക്ക് വിവരം അറിയത്തില്ലേ? നിങ്ങളെങ്ങനെ തടയും? വലിയൊരു തൊല്ലയായി പോയല്ലോ. നാഥനില്ലാത്ത കളരി. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ കാശ് കൊടുത്ത് നമ്മളൊരു സിനിമ കാണാൻ പോയാൽ അതിന് സമ്മതിക്കത്തില്ലെന്ന്. അതോ അവരുടെ പ്രായം പോലും നോക്കുന്നില്ല. ആ സ്ത്രീ അവരുടെ ഭാഗം പറയാൻ തുടങ്ങിയിട്ട് സമ്മതിക്കത്തില്ല. കാരണം അവരെന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് അയ്യോ, സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. അതാ നേരം വെളുത്തുടനെ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ പ്രഷർ കയറി എനിക്ക് വല്ലതും സംഭവിക്കും. പിന്നെ വേറൊരു കാര്യം, ഇവന്മാർക്കൊന്നും യാതൊരു തൊഴിലും ഇല്ലേ? അപ്പോൾ തൊഴിലില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതും കൂടാണ് കേട്ടോ. മനുഷ്യർക്ക് പൊതുശല്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വെറുതെ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് ഏത് വഴിക്ക് വെച്ച് പിടിക്കാമെന്നിങ്ങനെ പല്ലട കുത്തിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അങ്ങോട്ട് വെച്ച് പിടിച്ചേക്കാം. 5-6 പേര് നമ്മുടെ പടവും പിടിക്കും, നമുക്ക് നേരം പോക്കും ആകും, രായാവിന് ഇത്തിരി സന്തോഷമാകും, നാട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും ആകും. പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും തീരുമെന്ന് പറഞ്ഞതുപോലെ പല പ്രയോജനങ്ങൾ അങ്ങനെ വെച്ച് പിടിക്കുന്നതാണ്. അങ്ങനെയാണ് വേറെ പല പരിപാടികളും ഉണ്ട് സമയം പോകാൻ. ഇങ്ങനെ ഇതൊരു പ്രശ്നമായി ഈ തെളിവ് സഹിതം എല്ലാവരുടെ മുന്നിലുണ്ട്. ഇതിങ്ങനെ പുറത്ത് വന്നാലും ഇവർ ന്യായീകരിക്കാൻ വരുന്ന കാണണം. മറ്റേ ചിന്താചോറവൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അസഭ്യവർഷമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല, മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെയാണ് ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കഴുത്തുളുക്കി കാണാണ്ടായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ട്, അതെവിടാന്ന് പോലും ഇപ്പോൾ അറിയത്തില്ല. ആ MP ഗോവിന്ദൻ പറഞ്ഞത് കഴുത്ത് പിടിച്ചൊടിച്ച് കൈ പിടിച്ച് തിരിച്ച് ഗറില്ല യുദ്ധമുറയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ എടുത്തത്. 2 ദിവസത്തെ ഗവേഷണത്തിന് ശേഷം വന്ന് തള്ളിയ മണ്ടത്തര. നാക്കെടുത്ത നുണയും വിവരദോഷവും മര്യാദകേടും മാത്രം വരുന്നു. ഇപ്പോൾ പൊതുജനത്തിന് വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ നേരിട്ട് ഇതിനോട് നമ്മൾ കണ്ണും മുഖം നോക്കാതെ നമുക്ക് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. മറ്റുള്ളവർക്ക് നേരെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രവർത്തികൾ പോലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെയൊക്കെ നേരെ ഇങ്ങനെയുള്ള ഗുണ്ടായുസമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും മറുപടി കൊടുത്തിരിക്കും. ഞങ്ങളാരും ഇങ്ങനെ നിയമം കയ്യിലെടുക്കുകയോ നിയമത്തെ കൊഞ്ഞനം കുത്തുകയോ ചെയ്യില്ല. നിയമവിധേയമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും. അതുകൊണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജനങ്ങൾ കാശ് മുടക്കി സ്വന്തമായിട്ട് ഞങ്ങൾ അധ്വാനിച്ച്, അല്ലാതെ കൊടി പിടിച്ചും കാല് നക്കിയും കിട്ടുന്ന പൈസ അല്ല, ജനങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഏത് സിനിമ കാണണം, എന്ത് വാങ്ങിച്ച് ധരിക്കണം, എന്ത് കഴിക്കണം, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും തീരുമാനിക്കാനുള്ള അധികാരം നിനക്കൊന്നും ആരും തന്നിട്ടില്ല. അതൊക്കെ നിൻ്റെയൊക്കെ ചെലവ് ജീവിക്കുന്ന ആളുകളെ നീയൊക്കെ കൺട്രോൾ ചെയ്താൽ മതി.